എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 2026 ബുള്ളിഷ് ആയിരിക്കോ, ബെയറിഷ് ആയിരിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒട്ടും സമയം കളയാതെ തന്നെ 2025 എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് സംഭവിച്ചത് എന്നുള്ളൊരു ക്വിക്കായിട്ടുള്ള ഒരു റീക്യാപ്പ് ചെയ്തതിന് ശേഷം 2026 എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സോ ഒന്നാമത്തെ കാര്യം 2025 ബിറ്റ് കോയിൻ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള $1,26,200 എത്തുകയുണ്ടായി. ഇപ്പം നിലവിൽ ഒരു ബിറ്റ് കോയിൻ്റെ ഓൾ ടൈം ഹൈ $1,26,200 ആണ്. ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,13,00,000 രൂപയാണ് ബിറ്റ് കോയിൻ്റെ ഇന്നത്തെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2025 നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ബിറ്റ് കോയിനും ഒരു സ്ട്രാറ്റജിക് ബിറ്റ് കോയിൻ റിസർവ് അസറ്റാക്കി മാറ്റുകയുണ്ടായി. അതിനുവേണ്ട എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കുകയുണ്ടായി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ബിറ്റ് കോയിനും അവരൊരിക്കലും സെല്ല് ചെയ്യില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി മാത്രമല്ല, ഈ ഒരു ബിറ്റ് കോയിൻ റിസർവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗോൾഡ് പോലെ തന്നെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അസറ്റായിട്ട് മാറ്റി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് കാരണം കൊണ്ട് തന്നെ ഇത് ഗ്ലോബലി മറ്റുള്ള രാജ്യങ്ങൾക്കിടയിലും ബിറ്റ് കോയിന് ഗോൾഡ് പോലെ ഒരു സ്ട്രാറ്റജിക് അസറ്റായിട്ട് അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഒരു ബിറ്റ് കോയിൻ ഒരു സ്ട്രാറ്റജിക് അസറ്റാക്കി മാറ്റാനുള്ള ഡിസ്കഷന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേമിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അതേപോലെ തന്നെ 2025 ബിറ്റ് കോയിൻ അതേപോലെ തന്നെ ക്രിപ്റ്റോ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു റെഗുലേറ്ററി ക്ലാരിറ്റി കംപ്ലീറ്റ് ആയിട്ട് വന്ന ഒരു വർഷമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 3 ആക്ടുകളാണ് റീസെൻ്റ്ലി US ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ളത്. അതായത് ജീനിയസ് ആക്ട്, സ്റ്റേബിൾ കോയിൻ ആക്ട്, USDT, USDC എന്നൊക്കെയുള്ള ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസിനെ കംപ്ലീറ്റ്ലി ലീഗലൈസ് ചെയ്തുകൊണ്ടുള്ള ആക്ടാണ് ജീനിയസ് ആക്ട്. ഇത് കംപ്ലീറ്റ്ലി ലോ ആക്കി പാസ്സാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികളെ റെഗുലേറ്റ് ചെയ്യാനുള്ള ക്രിപ്റ്റോ ക്ലാരിറ്റി ആക്ട്, ഈ ക്രിപ്റ്റോ ക്ലാരിറ്റി ആക്ടിലാണ് ഓരോ ക്രിപ്റ്റോ കറൻസികളും അത് എന്തൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, അത് കമ്മോഡിറ്റി ആണോ, അത് സെക്യൂരിറ്റി ആണോ, അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസ് ഏതൊക്കെയാണ്, CFTC ആണോ, SEC ആണോ, അത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ്, ക്ലിയർ കട്ടായിട്ടുള്ള ലോസ് ഉള്ള ഒരു ആക്റ്റാണ് ക്ലാരിറ്റി ആക്ട്. ആ ഒരു ആക്റ്റും ഇപ്പോൾ സെനറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ CBDC ആക്ട്. സോ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടുകളൊക്കെ പാസ്സാക്കിയിട്ടുള്ള ഒരു വർഷമായിരുന്നു 2025. അത് കാരണം കൊണ്ട് തന്നെ ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി ക്ലാരിറ്റി വന്നിട്ടുള്ള ഒരു വർഷമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഹൈ നെറ്റ്വർത്ത് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ബിറ്റ് കോയിൻ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആയി മാറി എന്നുള്ളതാണ്. സോ ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ US ഒട്ടുമിക്ക എല്ലാ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും അതിനായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇനി മുതൽക്ക് അത്തരത്തിലുള്ള ആളുകൾക്ക് പേടിക്കാതെ തന്നെ റെഗുലേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സും അത്തരത്തിലുള്ള ആളുകൾ വഴി തന്നെ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് സാധിക്കും. ലോങ് ടേമിൽ ബിറ്റ് കോയിനെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അത് കാരണം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡാണ് ബിറ്റ് കോയിൻ ഇപ്പം നിലവിൽ ഉള്ളത്. 2025 ഒറ്റ എൻറ്റിറ്റി മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള ഒരൊറ്റ പബ്ലിക് ലിമിറ്റഡ് കമ്പനി മാത്രം വാങ്ങിയ ബിറ്റ് കോയിൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ടോട്ടൽ മൈൻ ചെയ്തിട്ടുള്ള ബിറ്റ് കോയിൻ ജനുവരി മുതൽക്ക് ഡിസംബർ വരെ ടോട്ടൽ മൈൻ ചെയ്ത ബിറ്റ് കോയിൻ 1,64,250 ബിറ്റ് കോയിൻ ആണ് എന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജി മാത്രം വാങ്ങിയിട്ടുള്ള ബിറ്റ് കോയിൻ 2,26,099 ബിറ്റ് കോയിൻ ആണ്. അതായത് 2020 മുതൽക്ക് മൈക്രോ സ്ട്രാറ്റജി വാങ്ങിയിരിക്കുന്നത് 6,72,499 ബിറ്റ് കോയിൻ ആണ്. ഇത് ഓരോ വർഷം കൂടുന്തോറും മൈക്രോ സ്ട്രാറ്റജി വളരെ വലിയ രീതിയിൽ ലാർജ് സ്കെയിൽ ബൈയിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ ടോട്ടൽ മൈൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഡിമാൻഡാണ് ബിറ്റ് കോയിന് ഉള്ളത്. 2020 വെറും 16% മാത്രം. അതായത് ടോട്ടൽ മൈൻ ചെയ്ത ബിറ്റ് കോയിൻ 4,47,300 ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജി വാങ്ങിയത് 70,470 ബിറ്റ് കോയിൻ ആണ്. പക്ഷേ അത് 2025 എത്തിയപ്പോഴേക്കും ടോട്ടൽ മൈൻ ചെയ്ത ബിറ്റ് കോയിൻ
ബിറ്റ്കോയിൻ വെറും 1,64,250 എന്നുണ്ടെങ്കിൽ ടോട്ടൽ മൈക്രോ സ്ട്രാറ്റജി വാങ്ങിയ ബിറ്റ്കോയിൻ 2,26,099 ബിറ്റ്കോയിൻ ആണ്. അതായത് 138%. അതായത് സപ്ലൈക്കാളും കൂടുതൽ ഡിമാൻഡാണ് ഒറ്റ എൻറ്റിറ്റി ആയിട്ടുള്ള മൈക്രോ സ്ട്രാറ്റജിയുടെ സൈഡിൽ നിന്ന് മാത്രം വരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതേത് തന്നെ നമ്മൾ ഐബിറ്റ്, ബ്ലാക്ക് റോക്ക് എന്നുള്ള ഒറ്റ ETF കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2020 ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐബിറ്റ്, ബ്ലാക്ക് റോക്ക് 2024 തുടങ്ങിയത്. സോ ഓൾറെഡി ഈ ഒരു 4 വർഷം കൊണ്ട് തന്നെ 2020 മുതൽക്ക് മൈക്രോ സ്ട്രാറ്റജി ബിറ്റ്കോയിൻ വാങ്ങാൻ തുടങ്ങിയത് മുതൽക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷം ഈ ഒരു പീരീഡിനകത്ത് ഈ 2 എൻറ്റിറ്റികൾ മാത്രം ഇപ്പം നിലവിൽ ഹോൾഡ് ചെയ്യുന്നത് 1.4 മില്യൺ ബിറ്റ്കോയിനുകളാണ്. അത് ഓൾമോസ്റ്റ് 6.9% ടോട്ടൽ ബിറ്റ്കോയിൻ്റെ സർക്കുലേറ്റിംഗ് സപ്ലൈ 2 എൻറ്റിറ്റികളാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 2020 മുതൽക്ക് മൈക്രോ സ്ട്രാറ്റജി ബിറ്റ്കോയിൻ വാങ്ങാൻ തുടങ്ങിയത് മുതൽക്ക് കംപ്ലീറ്റ് ആയിട്ട് മൈൻ ചെയ്ത ബിറ്റ്കോയിൻ്റെ 47 ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത് ഈ 2 എൻറ്റിറ്റികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലാർജ് സ്കെയിൽ ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് ഉള്ളത്. സോ ഇതേ കാര്യം തന്നെ നമ്മൾ ETF-ൻ്റെ ഇൻഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് US-ലുള്ള ടോട്ടൽ ETF-കൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ബ്ലൂംബർഗിലുള്ള ETF അനലിസ്റ്റ് ആണ്. അതായത് ഔട്ട് ഓഫ് 3525 ETF-കളിൽ ഏറ്റവും, അതായത് ഔട്ട് ഓഫ് 3525 ETF-കളിലോട്ട് 2025 വന്നിട്ടുള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത് $1.48 ട്രില്യൺ ആണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 15 ETF-കളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. അതിൽ 6ാം സ്ഥാനത്താണ് ഐബിറ്റ് ഉള്ളത്. വെറും 2 വർഷം പഴക്കം ആയിട്ടുള്ള, ഐബിറ്റ് വന്നിട്ട് ആകെ 2 വർഷമായിട്ടുള്ള, അപ്പോഴേക്കും അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് ETF-കളിൽ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഐബിറ്റ് ഉള്ളത്. അത്രമാത്രം വലിയൊരു ഡിമാൻഡാണ് ബിറ്റ്കോയിൻ ഉള്ളത് എന്നുള്ളതാണ്. സോ ഈ വർഷം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രൈസ് കൂടിയിരിക്കുന്നത് ഗോൾഡാണ്. ബിറ്റ്കോയിനേക്കാളും കൂടുതൽ പ്രൈസ് കൂടിയിരിക്കുന്നത് ഗോൾഡാണ്. പക്ഷേ ഗോൾഡിലോട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ബിറ്റ്കോയിനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും കുറവാണ് എന്നുള്ളതാണ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2025 ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നുണ്ടെങ്കിലും 2025 ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൊളറ്റൈൽ ആയിട്ടുള്ള, അതേപോലെ തന്നെ ഇയർ എൻഡോട് കൂടിയിട്ട് മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ പെർഫോം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതും. ഇതിനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 2 റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റീസൺ ട്രംപ് വന്നതിന് ശേഷം ഒരുപാട് താരിഫ് കാര്യങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റും ബിറ്റ്കോയിനൊക്കെ വളരെ വൊളറ്റൈൽ ആയിരുന്നു. ത്രൂ ഔട്ട് എൻ്റയർ ഇയറും വളരെ വൊളറ്റൈൽ ആയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് സ്കെയിലായിട്ടുള്ള സെല്ലിംഗ് ആണ് ലോങ് ടേം ആയിട്ട് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ നടത്തിയിട്ടുള്ളത്. അതായത് ബിറ്റ്കോയിൻ 8-10 വർഷം മുന്നേ വാങ്ങിച്ചിട്ടുള്ള $10, $100 വാങ്ങിച്ചിട്ടുള്ള ലാർജ് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്ന വെയിൽസ് വളരെ വലിയ രീതിയിലാണ്, വളരെ അഗ്രസീവായിട്ടാണ് ഈ ഒരു വർഷം ബിറ്റ്കോയിൻ സെല്ല് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു വർഷം വളരെ വലിയ രീതിയിലുള്ള ഒരു ലിക്വിഡിറ്റി ഉണ്ട്. കാരണം ETF ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ മൈക്രോ സ്ട്രാറ്റജിയെ പോലുള്ള വലിയ വലിയ ബില്യൺസ് ഓഫ് ഡോളേഴ്സിന് ബിറ്റ്കോയിൻ വാങ്ങുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ബിറ്റ്കോയിൻ ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ബിറ്റ്കോയിൻ സെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്ന സപ്ലൈനേക്കാളും കൂടുതൽ ബിറ്റ്കോയിൻ ആളുകൾ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിനേക്കാളും കൂടുതൽ ലാർജ് സ്കെയിലിൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന വെയിൽസ് വളരെ വലിയ രീതിയിൽ സെല്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ഫ്ലാറ്റ് ആവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇയർ എൻഡോട് കൂടിയിട്ട് വെറും 6% മാത്രമാണ് താഴോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് 2025 മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സുകളും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്ത സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 6% ആണ് ഡൗൺ ആയിട്ടുള്ളത്. 2011 ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ബിറ്റ്കോയിൻ ഇങ്ങനെ, അതായത് മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സും നന്നായി പെർഫോം ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ നെഗറ്റീവ് റിട്ടേണോട് കൂടിയിട്ട് ഇയർ എൻഡ് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ 2026 നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു എന്നുണ്ടെങ്കിലും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി വരുന്ന വർഷത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ബിറ്റ്കോയിൻ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് 4-year സൈക്കിൾ. അതായത് ബിറ്റ്കോയിൻ കഴിഞ്ഞ 2011 മുതൽക്ക് ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം മുകളിലോട്ട് പോകും, 4ാമത്തെ വർഷം താഴോട്ട് വരും. ഇപ്പോൾ കഴിഞ്ഞ 2011, 12, 13 മുകളിലോട്ട് പോയി, 2014 താഴോട്ട് വന്നു,
15, 16, 17 മുകളിലോട്ട് പോയി, 18 താഴോട്ട് വന്നു, 19, 20, 21 മുകളിലോട്ട് പോയി, 22 താഴോട്ട് വന്നു. സോ ഇത്തരത്തിൽ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സൈക്കിളായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു സൈക്കിൾ എന്തായാലും ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് ബ്രേക്ക് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം 2023, 24 ബുള്ളിഷായി, പക്ഷേ 2025 ബെയറിഷ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ 2026 ബുള്ളിഷ് ആവാനും ഈ ഒരു 4 ഇയർ സൈക്കിൾ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ETF ഒക്കെ വന്നത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ ബ്രേക്കായി എന്നുള്ളതാണ്. അതായത് കൂടുതൽ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു മാർക്കറ്റായി മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിറ്റ്കോയിൻ ഇനി മുതൽക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടും അല്ലെങ്കിൽ ലിക്വിഡിറ്റി സൈക്കിളിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പ്യൂർ ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ബേസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നതായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ആയതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ആളുകൾ ഇനി ഈ ഒരു 4 ഇയർ സൈക്കിൾ റിപ്പീറ്റ് ആവും എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട്, അതായത് ഇൻറ്റൻഷനലി ഫോഴ്സ്ഡ് ആയിട്ട് സെല്ല് ചെയ്യുന്നത് ഒഴിവാവും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതൊക്കെയാണ് 2025 നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് 2026 എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യതയുള്ളത്, എന്താണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ബിറ്റ്കോയിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല, അല്ലെങ്കിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കാരണം കൊണ്ട് വലിയൊരു എമൗണ്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനും ബിറ്റ്കോയിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഷോർട്ട് പീരീഡിൽ ഒരു 3 to 5 ഇയർ പീരീഡിൻ്റെ ഉള്ളിൽ എങ്ങനെ റിട്ടയർ ആവാം എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബിറ്റ്കോയിൻ റിട്ടയർമെൻറ്റ് കോഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു റിട്ടയർമെൻറ്റ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ബിറ്റ്കോയിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹയർ കൺവിക്ഷനോട് കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വർഷം 2026 എന്താണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്നുള്ളതാണ്. 2026 ബിറ്റ്കോയിൻ ഇതുവരെ എങ്ങനെയാണോ മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സുകളെയും ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്, അതേപോലെ ഈ ഒരു വർഷം മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സുകളെയും ഔട്ട് പെർഫോം ചെയ്യുകയും ഈ ഒരു വർഷത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് അസറ്റായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അതേസമയം ഈ ഒരു വർഷം വളരെ വൊളട്ടൈൽ ആവാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ ഇതിനുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഇതുവരെ ഒരിക്കലും 2 വർഷം അടുപ്പിച്ച് നെഗറ്റീവായിട്ട് റിട്ടേൺ ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഒരു വർഷം ഇൻ കേസ് നെഗറ്റീവായിട്ട് ബിറ്റ്കോയിൻ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം നമ്മൾ ഹിസ്റ്റോറിക്കലി കഴിഞ്ഞൊരു 10-15 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് ബിറ്റ്കോയിൻ തിരിച്ച് വന്നിട്ടുള്ളത്. സോ കഴിഞ്ഞൊരു 15 വർഷത്തെ ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ ഓരോ ക്യാൻഡിലും ഓരോ വർഷമാണ്. അപ്പോൾ ഒരു വർഷം നെഗറ്റീവായിട്ട് റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം വളരെ പോസിറ്റീവായിട്ട് തന്നെ ബിറ്റ്കോയിൻ മുകളിലോട്ട് പോയിട്ടുണ്ട്. സോ 2025 ഒരു ബെയർ മാർക്കറ്റ് ആയത് കാരണം കൊണ്ട് തന്നെ 2026 മോസ്റ്റ് പ്രോബബ്ലി ഒരു ഗ്രീൻ വർഷം ആവാനാണ്, അതായത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു വർഷം ആവാനുള്ള ഒരു സാധ്യതയാണ് വളരെ കൂടുതൽ ഉള്ളത്. സോ 2025 ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു ബെയർ മാർക്കറ്റാണ്. അതായത് 2022 -64% ആണ് താഴോട്ട് പോയത്, 2018 73%, 2014 56%. സോ ഈ ഓരോ ബെയർ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആവറേജ് റിട്ടേൺ, ബിറ്റ്കോയിൻ്റെ ആവറേജ് റിട്ടേൺ, അടുത്ത വർഷത്തെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 94% ആണ്. സോ 2026 ഈ ഒരു ആവറേജ് പെർഫോമൻസ് വെച്ചാൽ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 2026 ഏകദേശം $1,70,000 മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഹിസ്റ്റോറിക്കലുള്ളൊരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 വളരെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിൽ ഉണ്ട്. രണ്ടാമത്തെ റീസൺ ആസ് പെർ ബെന്നർ ചാർട്ട്, ബെന്നർ സൈക്കിൾ പ്രകാരം 2026 ബുള്ളിഷ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു വർഷമാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. സോ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു ഹയർ പ്രൈസിൽ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർഷമാണ് എന്നുള്ളതാണ് ബെന്നർ ചാർട്ടിൽ ഉള്ള ഡേറ്റ പറയുന്നത്. സോ 150 വർഷം പഴക്കമുള്ള സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉള്ള ആളുകൾ മാർക്കറ്റ് സൈക്കിൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹിസ്റ്റോറിക്കലി വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ബെന്നർ ചാർട്ട് എന്ന് പറയുന്നത്. സോ ആസ് പെർ ഈ ഒരു ചാർട്ട് എന്താണ് 2026 എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സോ എന്താണ് ഈ ഒരു ചാർട്ടിൻ്റെ ഹിസ്റ്ററി, അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലി എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന്
നോക്കിയതിന് ശേഷം 2026 എത്രമാത്രം ബുള്ളിഷ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. സോ എന്താണ് ബെന്നർ സൈക്കിൾ? ബെന്നർ സൈക്കിൾ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു ഫാർമർ എക്കണോമിസ്റ്റ് സാമുവൽ ബെന്നർ എന്നുള്ളൊരു ഫാർമർ എക്കണോമിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള 1873 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ്. ഏകദേശം ഒരു 150 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു ചാർട്ടിന്. സോ ഈ ഒരു ചാർട്ടിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു സാമുവൽ ബെന്നർ 1700 കഴിഞ്ഞതിന് ശേഷം 1700 മുതൽക്കുള്ള കമ്മോഡിറ്റി പ്രൈസസ്, ബിസിനസ് ഫെയിലിയേഴ്സ്, ഫൈനാൻഷ്യൽ പാനിക്സ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ഒരു റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു സൈക്കിളുകളിലൂടെ കടന്നു പോകുന്നത്, മാർക്കറ്റ് ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ബെന്നർ ചാർട്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഉള്ളത്. അതായത് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പാനിക് വർഷങ്ങൾ. ഈ എ ഇയേഴ്സ് എന്ന് പറയുന്നത് പാനിക് വർഷങ്ങളാണ്. അത് എന്തായാലും ഒരു ക്രാഷ് നടക്കാനുള്ള ഒരു ക്രാഷ് നടക്കാനുള്ള വർഷങ്ങളാണ് ഈ ഒരു പാനിക് വർഷങ്ങൾ. രണ്ടാമതുള്ളത് മിഡിലുള്ള ബി ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു ബുൾ മാർക്കറ്റ് വർഷങ്ങളാണ്. അതായത് ഗുഡ് ടൈംസ് ആണ്. അതായത് ബുൾ മാർക്കറ്റ് പീക്ക് ലെവലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ രീതിയിലുള്ള കറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്രാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹയർ പ്രൈസസിൽ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗുഡ് ടൈംസ് ആണ് ഈ ഒരു ബി ഇയേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സി ഇയേഴ്സ് എന്ന് പറയുന്നത് ബെയർ മാർക്കറ്റാണ്. മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒരു ബോട്ടം ലെവലിലുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടം ലെവലിൽ നിൽക്കുന്ന വർഷങ്ങളാണ് എന്നുള്ളതാണ് ഈ ഒരു ബെന്നർ ചാർട്ടിൽ പറയുന്നത്. സോ ഈ ഒരു ബെന്നർ ചാർട്ടിൽ പറയുന്ന വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള വർഷങ്ങൾ എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഇയേഴ്സ് എന്ന് പറയുന്നത് 1927, 45, 65, 81, 99, 2019 ആണ് അല്ലേ. അപ്പോൾ ഈ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത വർഷം ഒരു ക്രാഷ് ആണ് എന്നുള്ളതാണ് ബെന്നർ ചാർട്ട് പറയുന്നത്. അതേപോലെ തന്നെ ബി ഇയേഴ്സ് എന്ന് പറയുന്നത് ഗുഡ് ടൈംസ് ആണ്. അതായത് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള വർഷങ്ങളാണ്. 1926, 1935, 45, 53, 62, 72, 80, 89, 99, 2007, 2016, 2026 ഈ വർഷങ്ങളിലെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർഷങ്ങളാണ്. കാരണം അതൊരു പീക്ക് ലെവലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കറക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബെന്നർ ചാർട്ട് പറയുന്നത്. സോ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ S&P 500 ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ബി ഇയേഴ്സ് ഈ മിഡിൽ ആയിട്ടുള്ള വർഷങ്ങൾ ആക്യുറസി എന്ന് പറയുന്നത് 11 വർഷത്തിൽ 8 വർഷവും ആക്യുറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ 2016, 2017 പീക്കായിട്ടുള്ളത്. പക്ഷേ 2018 ഏകദേശം ഒരു കംപ്ലീറ്റ്ലി ഡൗൺ ഇയർ ആണ് അല്ലേ S&P 500 സംബന്ധിച്ചിടത്തോളം. 2007 നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീക്ക് വർഷമാണ് S&P 500. 2008 വളരെ വലിയൊരു ക്രാഷാണ് സംഭവിച്ചിട്ടുള്ളത്. 1999 ബെന്നർ ചാർട്ടിൽ ബി ഇയേഴ്സ് ആണ്. പീക്ക് വർഷമാണ്. 2000 .com ബബിളാണ്. 89 പീക്കാണ്. 1990 ഡൗൺ ആണ്. 80 പീക്കാണ്. 25% അപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം 1981 ഡൗൺ ആണ്. 72 പീക്കാണ്. 73, 74 ഒക്കെ ബിഗ് ക്രാഷാണ് സംഭവിച്ചിട്ടുള്ളത്. 1962, 53 മാത്രമാണ് ഈ ഒരു ചാർട്ട് റോങ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള വർഷങ്ങളെല്ലാം ആക്ച്വലി ഈ ഒരു ചാർട്ട് പ്രകാരം ആക്യുറേറ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ എ ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിലും, അതായത് എ ഇയേഴ്സ് നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രാഷ് നടന്നിട്ടുള്ള വർഷങ്ങളാണ് അല്ലേ. ഏറ്റവും പാനിക് ഉണ്ടായിട്ടുള്ള വർഷങ്ങളാണ് ഇത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾ. സോ 2019 ആണ് എ ഇയേഴ്സിലുള്ളത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത്. 2020 നമ്മൾ കൊറോണ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. കൊറോണ ഒരു ഡൗൺ ഇയർ അല്ല, പക്ഷേ സ്റ്റിൽ കൊറോണ ക്രാഷ് ഒരു പാനിക് ഉണ്ടായി എന്നുള്ളതാണ്. 1999 എ ഇയേഴ്സാണ്. 2000 .com ബബിൾ ഉണ്ടായി. 81 മാത്രമാണ് റോങ് ആയിട്ടുള്ളതുള്ളൂ. 65 കഴിഞ്ഞിട്ട് 66 ഡൗൺ ഇയർ ആണ്. 45 കഴിഞ്ഞിട്ട് 46, 47, 48 കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. 1927 കഴിഞ്ഞതിന് ശേഷം 28 മാത്രം ബുള്ളിഷാണ്. പക്ഷേ സ്റ്റിൽ അത് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ളൊരു ക്രാഷാണ് ഉണ്ടായിട്ടുള്ളത്. സോ എ ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബി ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആക്ച്വലി ഈ ഒരു ചാർട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് ഇതുവരെ ഈ ഒരു മാർക്കറ്റ് ടോപ്പും ക്രാഷ് കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ചാർട്ട് പ്രകാരം 2026 നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബി ഇയേഴ്സ് ആണ്. ബി ഇയേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്താനുള്ള ഒരു സാധ്യതയുള്ള ഒരു വർഷമാണ്. ടെക്നിക്കലി 2026 സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർഷം. കാരണം അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ 2027 ഒരു നെഗറ്റീവ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്.
അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബിറ്റ്കോയിനും കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആയത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ ബിറ്റ്കോയിനും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കോറിലേറ്റഡ് ആയത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ചാർട്ട് 2026 ആക്യുറേറ്റ് ആയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ 2026 ഒരു ബെസ്റ്റ് ടൈം ആയിരിക്കും. ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളമാണ് എന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ 2026 സ്റ്റോക്ക് മാർക്കറ്റും ബിറ്റ്കോയിനൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർഷമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ചാർട്ട് പ്രകാരമുള്ള ഒരു ഡാറ്റ പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് മൂന്നാമത്തെ റീസൺ, ഈ ഒരു വർഷം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ കുറയാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാര്യങ്ങളൊക്കെ കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓയിൽ പ്രൈസ് കുറയാനുള്ള കാരണമാവും. ഓയിൽ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കുറയുന്നതിന് കാരണമാവും. ഇൻഫ്ലേഷൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു റിസ്ക് ഓൺ അസറ്റ്സ് മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ റിസ്ക് ഓൺ അസറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്, ബിറ്റ്കോയിന്, ഇത്തരത്തിലുള്ള അസറ്റ്സിനെല്ലാം അത് പോസിറ്റീവായിട്ട് ബാധിക്കുകയാണ് ചെയ്യുക. സോ ഈ ഒരു വർഷത്തിൻ്റെ ബിഗിനിങ് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ഗവൺമെൻറ് വെനസ്വേലനെ അറ്റാക്ക് ചെയ്യുന്നു. വെനസ്വേലൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മദുറോനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. വെനസ്വേലയിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കാര്യങ്ങളെല്ലാം ഒരു ജനാധിപത്യം വേണം എന്നുള്ള ഒരു പ്രക്ഷോഭങ്ങളാണ്. സോ അവിടെ ഒരു ജനാധിപത്യ ഭരണം വേണം എന്നുള്ള പല കാര്യങ്ങളും US ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വെനസ്വേലയുടെ ഓയിൽ റിസർവ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ള ഒരു രാജ്യമാണ് വെനസ്വേല. അപ്പോൾ അവിടെയുള്ള ഓയിൽ റിസർവ് എല്ലാം ഇനി US മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ട്രംപ് അടക്കമുള്ള ആളുകൾ ന്യൂസ് ചാനലുകളോട് ഇന്നലെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഓയിൽ പ്രൈസ് എല്ലാം കുറയാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അതുമാത്രമല്ല ഈ ഒരു വർഷം മിഡ് ടേം ഇലക്ഷൻ US നടക്കുന്ന ഒരു വർഷം കൂടിയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്ലോബലി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കൊണ്ടുവരാനുള്ള, ഇപ്പോൾ ട്രംപ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗ്ലോബലി ഒരു പീസ്ഫുൾ പ്രസിഡന്റ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇനി അടുത്ത ഒരു ട്രംപിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാൻ്റെ സുപ്രീം ലീഡർ ആയിട്ടുള്ള ഖമേനി ആയിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലുള്ള ഒരു ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളെല്ലാം ഇറാനിലും ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. സോ ഇറാൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഒരു അട്ടിമറിയിലൂടെ ഇറാനിലും ഒരു ഭരണമാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് സമയത്തേക്കെങ്കിലും ഗ്ലോബലി അറ്റ്ലീസ്റ്റ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാര്യങ്ങളെല്ലാം കുറച്ച് കാലത്തേക്കെങ്കിലും കുറയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം കുറയുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് അത് റിസ്ക് ഓൺ അസറ്റ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെയും ബിറ്റ്കോയിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് 2026 ബാധിക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിൽ ഉണ്ട്. അടുത്തതായിട്ട് K33 റിസർച്ച് എന്നുള്ള ഒരു ക്രിപ്റ്റോ ഫേം റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു K33 എന്നുള്ള റിസർച്ച് ഫേം പറയുന്നത് 2026 ബിറ്റ്കോയിൻ ബാക്കിയുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനെയും വലിയ രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും പറയുന്ന 6 കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ ഒരു ലിങ്ക് റെഫർ ചെയ്താലും മതിയാവും. സോ ഇതിൽ പറയുന്ന 6 കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് 2025 ബിറ്റ്കോയിൻ മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനെയും അണ്ടർ പെർഫോം ചെയ്ത കാരണം കൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ അട്രാക്റ്റീവ് ആണ്, അണ്ടർ വാല്യൂഡ് ആണ്. അത് കാരണം കൊണ്ട് തന്നെ 2026 ഏറ്റവും കൂടുതൽ വില കൂടാൻ സാധ്യതയുള്ള ഒരു അസറ്റ് ബിറ്റ്കോയിൻ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് 2026 ക്വാർട്ടർ 1 കൂടിയിട്ട്, അതായത് മാർച്ച് എൻഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ അമേരിക്കയിൽ ഇപ്പം നിലവിലുള്ള ഈ പെൻഡിങ്ങിലുള്ള ക്രിപ്റ്റോ ക്ലാരിറ്റി ആക്ട് പാസ്സാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ പാസ്സാക്കുന്നതോട് കൂടിയിട്ട് തന്നെ അമേരിക്കയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മേജറായിട്ടുള്ള ബാങ്കുകളെല്ലാം ബിറ്റ്കോയിൻ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് അമേരിക്ക, മോർഗൻ സ്റ്റാൻലി ഇത്തരത്തിലുള്ള വലിയ വലിയ ബാങ്കുകളെല്ലാം ഓൾറെഡി 0 to 4% വരെ, അപ് ടു 4% വരെ ബിറ്റ്കോയിൻ ETF ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള പെർമിഷൻ കാര്യങ്ങളെല്ലാം അവരുടെ ക്ലയൻസിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്ലാറ്റ്ഫോം കാര്യങ്ങൾ, ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാനും ഒക്കെയുള്ള പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ബിറ്റ്കോയിനിലോട്ട് ഓൾറെഡി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്രിപ്റ്റോ ക്ലാരിറ്റി ആക്ട് വരുന്നതോട് കൂടിയിട്ട് അത് ഒന്നും കൂടി ആക്സിലേറ്റർ ആവും എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 7-ാം തീയതി ട്രംപ് അമേരിക്കയിലെ റിട്ടയർമെൻറ്റ് ഫണ്ടായിട്ടുള്ള 401k എന്നുള്ള ഈ ഒരു അക്കൗണ്ടിൽ ബിറ്റ്കോയിൻ ആഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം, അപ്രൂവൽ കാര്യങ്ങളെല്ലാം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഈ വർഷം നടക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ETF ലോഞ്ച് ചെയ്തത് മുതൽക്ക് ബിറ്റ്കോയിൻ ETF വന്നിട്ടുള്ള ടോട്ടൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് $57 ബില്യൺ. പക്ഷേ ഈ ഒരു പെൻഷൻ ഫണ്ടിൽ ഒക്കെ ഈ ഒരു റിട്ടയർമെൻറ്റ് ഫണ്ടുകളിൽ എല്ലാം ഈ ഫണ്ടിൻ്റെ അറ്റ്ലീസ്റ്റ് 1% ആളുകൾ ബിറ്റ്കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്താൽ പോലും അത് $87 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബിറ്റ്കോയിനിലോട്ട് വരിക എന്നുള്ളതാണ് ഈ ഒരു റിസർച്ച് ഫേം പറയുന്നത്. അത് അറ്റ്ലീസ്റ്റ് ഒരു 2% ആക്കുകയാണെന്നുണ്ടെങ്കിൽ $174 ബില്യണിലോട്ട് എത്താനുള്ള $174 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബിറ്റ്കോയിനിലോട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ 3% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിട്ടയർമെൻറ്റ് ഫണ്ടിലൂടെ ബിറ്റ്കോയിനിലോട്ട് വരാനുള്ള ഒരു ഇൻഫ്ലോ എന്ന് പറയുന്നത് $260 ബില്യൺ ഒക്കെയാണ്. അതൊരു 5% ആണെന്നുണ്ടെങ്കിൽ ഏകദേശം $435 ബില്യൺ, ഓൾമോസ്റ്റ് ഒരു $500 ട്രില്യൺ ഇൻഫ്ലോ ഒക്കെയാണ് ബിറ്റ്കോയിനിലോട്ട് വരാൻ ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു റിസർച്ച് ഫേം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്രൂവൽ കാര്യങ്ങളൊക്കെ വരുന്നതോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിനിലോട്ട് ഇപ്പം നിലവിൽ വരുന്ന ഇൻഫ്ലോനേക്കാളും കൂടുതൽ, നിലവിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അതാണ് മൂന്നാമത്തെ റീസൺ പറയുന്നത്. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് 2026 അറ്റ്ലീസ്റ്റ് ഒരു 0.5 ബേസിസ് പോയിൻറ്റ് 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ലിക്വിഡിറ്റി കൂടും. ഓട്ടോമാറ്റിക്കലി റിസ്ക് ഓൺ അസറ്റ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിനും ബിറ്റ്കോയിനും എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രംപ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള ബിറ്റ്കോയിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. സോ ട്രംപ് ഗവൺമെൻറ് അവരിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്രിപ്റ്റോന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ പെൻഡിങ് ആയിട്ടുള്ള പ്ലാന് കാര്യങ്ങൾ ഒക്കെ ഈ ഒരു ക്രിപ്റ്റോ ക്ലാരിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ CBDC ആക്ട് ആണ്, ഇതെല്ലാം മൊത്തത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷനാണ് എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ റിസർവ് US ഗവൺമെൻറ് ഒരു ബിറ്റ്കോയിൻ റിസർവ് അസറ്റാക്കി മാറ്റിയത് കാരണം കൊണ്ട് തന്നെ ഇത് വലിയൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബുൾ മാർക്കറ്റ് വരുമ്പോഴും ഒരു ഫിയർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകൾ അവരുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ വിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല. അപ്പോൾ ഈവൻ US ഗവൺമെൻറ്റിന് ബിറ്റ്കോയിൻ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ അവരുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ സെല്ല് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് സ്ട്രാറ്റജിക്കലി മറ്റുള്ള ഗവൺമെൻറ്റുകളും ബിറ്റ്കോയിൻ വിൽക്കാതിരിക്കാനുള്ള ഒരു കാരണമാവുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നതും US ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു റിസർച്ച് ഫേം പറയുന്ന കാര്യങ്ങൾ. അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 2026 ഇവിടെ നിന്ന് അങ്ങോട്ടും വളരെ ബുള്ളിഷായിട്ട് പെർഫോം ചെയ്യാനുള്ള, മറ്റുള്ള അസറ്റ് ക്ലാസ്സിനെല്ലാം ഔട്ട് പെർഫോം ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് പറയുന്ന കാരണങ്ങളൊക്കെയാണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്ന കാരണങ്ങൾ. സോ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു 2026 നമുക്ക് പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. സോ എന്തായാലും എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിന് താഴോട്ട് പോകാനുള്ളതിനേക്കാളും കൂടുതൽ കാരണങ്ങൾ ബിറ്റ്കോയിൻ മുകളിലോട്ട് പോകാനുള്ള കാരണങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. സോ എന്തായാലും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും 2026 നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബിറ്റ്കോയിനിൽ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2026 ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനുള്ള ഒരു ബെസ്റ്റ് ഇയർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.